പ്ലസ് ടു മാത്സിൽ ഇൻ്റഗ്രേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഒന്നാമത്തെ ടൈപ്പ് ബേസിക് ഫോർമുലാസ് വെച്ചിട്ടുള്ള ഒരു കാറ്റഗറിയിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ എക്സൈസ് 7.1 12th ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരു ഞെട്ടിക്കൽ പ്രോബ്ലം ആണ്. എന്താണ്? ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് പ്ലസ് 3x പ്ലസ് 4 ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ്. ഒരു ഞെട്ടിക്കൽ പ്രോബ്ലം എടുത്താലോ? എങ്ങനെയാണ് ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുക? സിമ്പിളായിട്ട് ചെയ്യാം. ഇത് ഞെട്ടാൻ മാത്രമൊന്നുമില്ല. കാരണം എന്താ അറിയോ? റൂട്ട് എക്സ് ആണ്. നമുക്ക് റൂട്ട് എക്സിനെ നമ്മളെ സ്വഭാവം, റൂട്ട് എക്സിൻ്റെ വേറൊരു സ്വഭാവം ഉണ്ട്, അറിയോ? റൂട്ട് എക്സിനെ x⁻² എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞ് നമ്മൾ ഓരോരുത്തർക്കും അത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിന് സിമ്പിളായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഞെട്ടാൻ മാത്രമൊന്നുമില്ല. നോക്കാം, ചെയ്ത് നോക്കാം. ഇൻറ്റഗ്രൽ എക്സ് ക്യൂബ് പ്ലസ് 3x പ്ലസ് 4 ഡിവൈഡഡ് ബൈ x⁻² dx ആണ്. ഓക്കെ, ഈ x⁻² എല്ലാവർക്കും വിതരണം ചെയ്യാം. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യാം? ഇൻറ്റഗ്രേഷൻ എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ x⁻² പ്ലസ് 3x ഡിവൈഡഡ് ബൈ x⁻² പ്ലസ് 4 ബൈ x⁻² ഓൾ dx ഉണ്ട്. ഇൻറ്റഗ്രേഷൻ നമുക്ക് മുറിച്ച് കൊടുത്തൂടെ? എല്ലാവർക്കും ഇൻറ്റഗ്രേഷൻ കൊടുക്കാം. എല്ലാവർക്കും ഇൻറ്റഗ്രേഷൻ സപ്ലൈ ചെയ്താൽ എക്സ് ക്യൂബ് ബൈ x⁻² dx പ്ലസ് 3x ബൈ x⁻² dx ഇൻറ്റഗ്രൽ പ്ലസ് ഇൻറ്റഗ്രൽ 4 ബൈ x⁻² dx. ഇനി നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ? ഞെട്ടണ്ട, ചെയ്യാൻ പറ്റില്ല. ഒന്നും കൂടി ഒന്ന് മാറ്റാം. ചെറിയൊരു ടെസ്റ്റും കൂടി. ആ ചെറിയൊരു സ്പാനർ ഇങ്ങോട്ട് എടുത്താൽ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നും കൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. എന്താ വരിക? ഈ ഡിവൈഡഡ് ബൈ x⁻² ഉണ്ടല്ലോ, ആളെ നമുക്ക് മേലെ കൊണ്ടുപോകാം. അപ്പോൾ എന്താവും? അയാളെ നെഗറ്റീവ് ഫുള്ള് പുറത്തേക്ക് വരും അല്ലേ? എങ്ങനെ വരിക? എക്സ് ക്യൂബ് ഇൻറ്റു x⁻² മേലേക്ക് എടുത്തു കഴിഞ്ഞാൽ അയാളെ നെഗറ്റീവ് സ്വഭാവം പുറത്തു വരും. x⁻² എന്നായി. ഓക്കെ, അതാണ് ഒന്നാമത്തെ ടേം dx. പ്ലസ് രണ്ടാമത്തെ ടേമിൽ അവിടെ 3x ഉണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്തു? x⁻² നമ്മൾ x⁻−1/2 എന്ന് എഴുതി. ഓക്കെ, dx പ്ലസ് ഇൻ്റഗ്രൽ 4 ഇൻറ്റു x⁻−1/2. ഓക്കെ, dx. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തൂടെ? എന്ത് വരും? സിമ്പിൾ ഫോർമുല, എക്സിൻ്റെ പവർ ഒന്ന് കൂടും. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ഇൻറ്റു x⁻−1/2 അല്ലേ? ഒരു ചെറിയ ടെസ്റ്റും കൂടി. അപ്പോൾ എക്സ് ക്യൂബ് ഇൻറ്റു x⁻−1/2 നമുക്ക് a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ a⁻m+n ആണല്ലോ. അപ്പോൾ ഇവിടെ എന്ത് വരും? x⁻3−1/2 എന്ന് വരും. അതായത് 3−1/2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3 × 2 6, 6 - 1 പറഞ്ഞാൽ 5. അപ്പോൾ x⁻5/2 എന്ന് വരും. സിമിലർലി നമ്മൾ രണ്ടാമത്തെ ടേം ഉണ്ട് അല്ലേ? എക്സ് ഇൻറ്റു x⁻−1/2 നമുക്ക് എന്ത് വരും? x⁻1−1/2 എന്ന് വരും. 1−1/2 പറഞ്ഞാൽ 2 2−1 പറഞ്ഞാൽ 1. അപ്പോൾ x⁻1/2. ഓക്കെ, നാലാമത്തെ ടേമിൽ x⁻1/2 അത് മാത്രമേ ഉള്ളൂ, അത് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ആ സിംപ്ലിഫൈഡ് ഫോം ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ക്യൂബ് ഇൻറ്റു x⁻−1/2 x⁻5/2 dx എന്ന് എഴുതാം. പ്ലസ് ഇൻ്റഗ്രൽ 3 ഇൻറ്റു x⁻−1/2 -1/2 നമുക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു x⁻1/2 dx എന്ന് എഴുതാം. പ്ലസ് ഇൻ്റഗ്രൽ 4 ഇൻറ്റു x⁻−1/2 അതുപോലെ തന്നെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ x⁻5/2 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് കൂടും. അപ്പോൾ 5/2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 5 + 2/2 എന്ന് വരും. ദാറ്റ് ഈസ് 7/2 എന്ന് വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ x⁻7/2 ഓൾ ഡിവൈഡഡ് ബൈ 7/2 എന്ന് വരും. ഓക്കെ, ഇനി പ്ലസ് 3 ഇൻറ്റു 3 അവിടെ കോൺസ്റ്റൻറ്റ്. ഇൻ്റഗ്രൽ x⁻1/2 പറഞ്ഞാൽ 1/2 കൂടെ ആര് കൂടും? ഒന്ന് കൂടും. അപ്പോൾ എന്ത് വരും? 1 + 2/2 എന്ന് വരും. അതായത് 3/2 എന്ന് വരും. അപ്പോൾ 3 ഇൻറ്റു x⁻3/2 ഓൾ ഡിവൈഡഡ് ബൈ 3/2. ഓക്കെ, പ്ലസ് 4 ഇൻറ്റു x⁻−1/2 അല്ലേ? -1/2 കൂടെ ഒരാൾ കൂടി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അപ്പോൾ -1 + 2 ഓൾ ഡിവൈഡഡ് ബൈ 2 അതെന്ത് വരും? 1/2 എന്ന് വരും.
ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? പ്ലസ് 4 ഇൻറ്റു എക്സ് റൈസ് ടു 1/2 ഡിവൈഡഡ് ബൈ 1/2 എന്ന് എഴുതാം, പ്ലസ് സി. ഇനി ഈ ഡിനോമിനേറ്ററിലുള്ള 2 ഒക്കെ ഉണ്ടല്ലോ, ആ 2-നൊക്കെ നമ്മൾ മുകളിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? ഫൈനൽ ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് അവസാനം എന്താ ഒന്ന് ചുരുക്കാക്കി എഴുതി കഴിഞ്ഞാൽ 2 ഇൻറ്റു എക്സ് റൈസ് ടു 7/2 ഓൾ ഡിവൈഡഡ് ബൈ 7 ആവും. നോ കട്ടിങ് ആൻഡ് ഷേവിങ്, അവിടെ ഒരു കട്ടിങ്ങും ഷേവിങ്ങും ഒന്നും ഇല്ലല്ലേ. അവിടെ മുകളിൽ അടുത്തതിൽ ഈ 3യും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ 1/2 2-നെ മേലെ കൊണ്ടുവന്നാൽ 2 ഇൻറ്റു എക്സ് റൈസ് ടു 3/2 എന്നായിട്ട് മാറി. ഓക്കെ, പ്ലസ് ഇനി ഈ 1/2 2-നെ മേലെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 2 ഇൻറ്റു 4 എന്തായി? 8 ആയി. 8 എക്സ് റൈസ് ടു 1/2 പ്ലസ് സി. ഇവിടെ 7 ആണ്. എന്താ 7 അങ്ങോട്ട് തെളിഞ്ഞു വരാത്തത്? ഓക്കെ, ഇവിടെ പ്ലസ്. ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മളെ ഞെട്ടിക്കൽ പ്രോബ്ലം. ഞെട്ടാനൊന്നുമില്ലല്ലേ, വളരെ സിമ്പിൾ. ഒരു പ്രോബ്ലം നമുക്ക് ഞെട്ടാനില്ല. വളരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ, ഫോർമുല അറിയാം, കാറ്റഗറി അറിയാമെന്നുണ്ടെങ്കിൽ ഏത് പ്രോബ്ലം എന്ത് ചെയ്യുക, നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ദാറ്റ്സ് ഓൾ.